ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫഹിദം വെബ് പോർട്ടലാണ്. അപ്പോൾ അതിനായി നമുക്ക് ഫഹിദം എന്ന ഗൂഗിളിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ റിസൾട്ടായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫഹിദം പോർട്ടലിലോട്ട് ഞാൻ കയറുകയാണ്. ഇപ്പോൾ കാണുന്ന ഇൻ്റർഫേസാണ് ഫഹിദത്തിൻ്റെ ഇൻ്റർഫേസ്. ഈ ഒരു ഇൻ്റർഫേസിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് PDF ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഫഹിദവുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ കുറച്ച് വീഡിയോസും ഒക്കെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് അതെല്ലാം കാണാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഇൻ്റർഫേസിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ലോഗിൻ പേജ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ തന്നെ നമുക്ക് സൈനപ്പും ഉണ്ട്, ഫോർഗോട്ട് പാസ്വേഡും ഉണ്ട്. യൂസർ നെയിമും പാസ്വേഡും അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഒരാളുടെ യൂസർ നെയിം അറിയാം, പാസ്വേഡ് മറന്നുപോയി എങ്കിൽ നമുക്കിവിടെ ഫോർഗോട്ട് പാസ്വേഡ് വെച്ച് കയറാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയതായി ആരെങ്കിലും ഫഹിദത്തിൽ സൈനപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ സൈനപ്പ് കൊടുക്കുന്നു. ഫഹിദത്തിൽ പുതിയ അക്കൗണ്ട് എടുക്കുന്നവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിനായിട്ട് നമുക്ക് സൈനപ്പിൽ ക്ലിക്ക് ചെയ്യാം. സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നതാണ്. ടീച്ചർ ടൈപ്പാണ് ആദ്യമേ ചോദിച്ചിരിക്കുന്നത്. പെർമനൻറ്റും ഉണ്ട്, ഗസ്റ്റുമുണ്ട്. നമ്മൾ പെർമനൻ്റ് ആണ് എങ്കിൽ പെർമനൻ്റ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം പെൻ നമ്പറും അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൂടിയും കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ഫില്ല് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക. അങ്ങനെ നമുക്ക് പെർമനൻ്റ് ആയ ടീച്ചേഴ്സിന് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് തുടങ്ങാം. അതുപോലെ തന്നെ പെർമനൻ്റ് എല്ലാവരും ഗസ്റ്റ് ആണെങ്കിൽ ഗസ്റ്റായിട്ട് കൊടുക്കുക. ഗസ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കുറച്ച് കോളങ്ങൾ വരുന്നതാണ്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ ഒരു യൂസർ നെയിമും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. യൂസർ നെയിം നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം കൊടുക്കാം. നമ്മൾ ഓർത്തിരിക്കുന്ന ഒന്നായിരിക്കണം എന്നുള്ളത് ഓർക്കുക. നമ്മൾ യൂസർ നെയിം കൊടുക്കുമ്പോഴത്തേക്കും കംഫർട്ടായിട്ടുള്ള ഒരു യൂസർ നെയിം കൊടുക്കാൻ ശ്രമിക്കുക. ഉദാഹരണമായിട്ട് ജോർജ് എന്ന് നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ ആ ഒരു പേരിൽ ഫഹിദത്തിൽ അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നമുക്ക് യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനോട് കൂടി വേറെ എന്തെങ്കിലും ചേർത്ത് നമുക്ക് യൂസർ നെയിം ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവയെല്ലാം കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ 2 തവണ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഏത് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണം ഡിസ്ട്രിക്റ്റ് കോട്ടയം ജില്ലയിലെ ഏതാണ് സ്കൂള് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്കിവിടെ സ്കൂളിൻ്റെ എല്ലാ ലിസ്റ്റും നമുക്കിവിടെ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്കൂളിൻ്റെ കോഡ് അറിയാമെങ്കിൽ നമുക്കിവിടെ സ്കൂളിൻ്റെ കോഡ് അടിച്ചു കൊടുത്ത് നമുക്ക് തരാവുന്നതാണ്. ഇല്ല എങ്കിൽ നമുക്ക് സ്കൂളിൻ്റെ ഏതെങ്കിലും കുറച്ച് പേര് മാത്രം കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ ഏതാണോ സ്കൂള് എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരു സ്കൂള് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഏത് സ്കൂളിലാണെന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫഹിദത്തിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കുന്നതാണ്. അതിനുശേഷം ആ ഒരു അധ്യാപകന് ഫഹിദത്തിൽ കയറി എന്തെങ്കിലും വാല്യുവേറ്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ അവിടുത്തെ HM ആ ഒരു ടീച്ചറിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പഴയ ഇൻ്റർഫേസിലോട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനെ എങ്ങനെ മാപ്പിംഗ് ചെയ്യാം എന്നുള്ളതും എങ്ങനെ ക്ലാസ്സുകളൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതുമെല്ലാം ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ സമ്പൂർണ്ണയുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ കോളത്തിൽ സമ്പൂർണ്ണ യൂസർ നെയിം, പാസ്വേഡ്, അത് കഴിയുമ്പോൾ നമുക്ക് ക്യാപ്ച
ഇത്രയും കൊടുത്തതിന് ശേഷം സമ്പൂർണ്ണ ലോഗിൻ എന്ന് പറയുന്നത് ഓൺ ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലോഗിൻ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഫഹിദത്തിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പരിചയപ്പെടുത്താനുള്ളത് 4 ഐക്കണുകളാണ്. അതിൽ ആദ്യത്തെ ഐക്കൺ മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് എന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് മാനേജ് യൂസേഴ്സ്, സ്റ്റുഡൻസ്, മോണിറ്റർ. ഈ ഇത്രയും ഐക്കണുകളെക്കുറിച്ചാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അതോടൊപ്പം നമുക്ക് ഈ ഇടതുഭാഗത്തായിട്ട് കാണുന്നതും ഈ കാണുന്ന മാപ്പിങ്ങും മാനേജ് യൂസേഴ്സും സ്റ്റുഡൻസും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ലിങ്കുകളെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സ്റ്റുഡൻസിനെ നമുക്കൊന്ന് മാപ്പ് ചെയ്യാം. സ്റ്റുഡൻസിനെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ഇൻ്റർഫേസിൽ വരുന്നത് സ്റ്റുഡൻസ് ലിസ്റ്റ്, അറൈവൽ, ട്രാൻസ്ഫർ, റിജക്റ്റഡ് ലിസ്റ്റ്. മെയിനായിട്ടുള്ള 3 ലിങ്കുകളാണ്. അതിനകത്ത് ഏതെങ്കിലും കുട്ടികൾ ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വന്നിട്ടുണ്ടെങ്കിൽ അറൈവൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കുട്ടികളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിജക്റ്റഡ് ലിസ്റ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എടുക്കുകയാണ്. സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1 വർഷത്തോളമായിട്ട് ഫഹിദം വെബ് പോർട്ടൽ കറക്റ്റായിട്ട് യൂസ് ആകുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ തന്നെ സമ്പൂർണ്ണയിലുള്ള എല്ലാ കുട്ടികളെയും ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആഡ് ഫ്രം സമ്പൂർണ്ണ ഇവിടെ കിടപ്പുണ്ട്. നമുക്കൊരു കുട്ടിയെ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കാണിക്കുന്നത്. നമുക്ക് ആഡ് ഫ്രം സമ്പൂർണ്ണയുണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ആഡ് ഫ്രം സമ്പൂർണ്ണയുണ്ട്. അപ്പോൾ നമുക്ക് ആഡ് ഫ്രം സമ്പൂർണ്ണ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കൊടുക്കാം. അഡ്മിഷൻ നമ്പർ കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് സമ്പൂർണ്ണയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഡിവിഷൻ ഏതാണ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി ഏത് ക്ലാസ്സിലേക്കാണോ ഉള്ളത് ആ ക്ലാസ്സിലേക്ക് ആകുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ ക്ലാസ് 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. 1ലെയും 2ലെയും കുട്ടികളെയും എല്ലാം നമുക്ക് സിങ്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ സമ്പൂർണ്ണയുടെ സിങ്ക് നൗ എന്ന് പറയുന്ന ഒരു ഐക്കൺ കിടപ്പുണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ക്ലാസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സിങ്ക് കൊടുക്കാൻ. ഇപ്പം ഞാൻ 1ാം ക്ലാസ് കൊടുത്തു, സിങ്ക് നൗ കൊടുക്കുകയാണ്. ഇപ്പോൾ സമ്പൂർണ്ണ സിങ്കിങ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് 2 കൊടുക്കുന്നു, സിങ്ക് നൗ കൊടുക്കുകയാണ്. അങ്ങനെ സമ്പൂർണ്ണ സിങ്കിങ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നമുക്കൊരു പോപ്പപ്പ് വരുന്നതാണ്. ഇപ്പോൾ 1ലെയും 2ലെയും കുട്ടികളെ നമ്മൾ സിങ്ക് ചെയ്തിട്ടുണ്ട്. 3ലെയും 4ലെയും കുട്ടികൾ മിക്കവയും നമ്മുടെ സ്കൂളിൽ ഉള്ളത് തന്നെയാണ്. അതായത് 2 വർഷത്തോളമായി ഫഹിദത്തിൻ്റെ വെബ് പോർട്ടൽ വർക്കിംഗ് ആയിരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, നമ്മൾ അങ്ങനെ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും സിങ്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഉള്ളത് 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കുട്ടികളെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ക്ലാസ് എടുത്തതിന് ശേഷം ഇപ്പം 3ാം ക്ലാസ് എടുക്കുന്നു. 3ാം ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഡിവിഷൻ ഏതാണെന്നുള്ളത്, അപ്പോൾ നമുക്ക് 2ാം ക്ലാസ് എടുക്കുക. 2ാം ക്ലാസ്സിൽ ഡിവിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും 2025-26 എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് 2023-24 വർഷത്തിലെ എ ഡിവിഷൻ എടുക്കുക. എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച കുട്ടികളെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ സ്കൂൾ ട്രാൻസ്ഫർ, ക്ലാസ് പ്രൊമോഷൻ തുടങ്ങിയ ലിങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്ലാസ് പ്രൊമോഷൻ എടുക്കുക. ക്ലാസ് പ്രൊമോഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഓരോ കുട്ടികളെയും, അവർ കഴിഞ്ഞ വർഷം 2ാം ക്ലാസ്സിലായിരുന്നു, അവരെ ഇനി നമുക്ക് 3ാം ക്ലാസ്സിലേക്ക് മാറ്റണം. 3ലേക്ക് ഏത് ഡിവിഷനിലേക്കാണ് മാറ്റേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്രൊസീഡ് കൊടുക്കുന്നു. പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഒരു കൺഫർമേഷനായിട്ട് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം. യെസ് കൊടുക്കുന്നു. നമ്മളങ്ങനെ 2-ലെ കുട്ടികളെ 3-ലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3-ൽ ചെക്ക് ചെയ്ത് നോക്കാം. 3-ാം ക്ലാസ് എടുക്കുന്നു, 2025-26 എടുക്കുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം തന്നെ പ്രൊമോട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4-ാം ക്ലാസ്സിലെ കുട്ടികളെയും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കുട്ടിയെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വലത്തെ സൈഡിൽ അങ്ങേ അറ്റത്തായിട്ട് നമുക്കൊരു ചക്രത്തിൻ്റെ ചിഹ്നം കാണാം. ആ ഒരു ചിഹ്നത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ട്രാൻസ്ഫർ എന്ന ലിങ്ക് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ട്രാൻസ്ഫർ കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏത് ജില്ലയാണ് എന്നുള്ളത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്കൂളുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെ കൊടുക്കുമ്പോൾ പൊതുവിദ്യാലയങ്ങളാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത കുട്ടികളെ നമുക്ക് സഹിതം വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നിലവിൽ അവരുടെ പേരുകൾ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. നമുക്ക് മാപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും ആ കുട്ടി അതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നാൽ മതിയാവും. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലാസ്സുകളെല്ലാം ആഡ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് കാണാനുള്ളത്, നമുക്ക് ഡാഷ്ബോർഡിൽ പോകാം. ഡാഷ്ബോർഡിൽ പോയി കഴിയുമ്പോൾ മാനേജ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടെ ഏതൊക്കെ അധ്യാപകരുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ് പെർമനൻ്റ് ആണോ എന്നുള്ളതും, അതുപോലെ തന്നെ പെൻ നമ്പർ, യൂസർ നെയിം, മൊബൈൽ നമ്പർ, സ്റ്റാറ്റസ് എന്നിവയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു അധ്യാപകൻ ട്രാൻസ്ഫറായി പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കുക. അത് നേരത്തെ കാണിച്ച പോലെ തന്നെ കോട്ടയമാണെങ്കിൽ കോട്ടയം, ഏതാണോ ജില്ല എന്നുള്ളത് നോക്കിയിട്ട് സ്കൂളും സെലക്ട് ചെയ്ത് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അവരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പെൻഷനായി പോയവരൊക്കെ കാണും. അവരെയൊക്കെ നമുക്ക് ബ്ലോക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അവരുടെ പേരുകൾ ഇവിടെ കിടക്കുമെന്നേ ഉള്ളൂ, നമുക്കങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നമുക്ക് മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോ ടീച്ചേഴ്സും ഏതൊക്കെ കുട്ടികളുടെ മെൻറ്റർ ആകണം എന്നുള്ളത് നമുക്കിവിടെയാണ് തീരുമാനിക്കേണ്ടത്. അതായത് നമുക്ക് ഇനിയിപ്പോൾ ഏത് അധ്യാപകനെയാണോ നമുക്ക് മെൻറ്റർ ആക്കേണ്ടത് ആ അധ്യാപകൻ്റെ നേരെയുള്ള ആരോ കീയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അധ്യാപകനെ മെൻറ്റർ എന്ന് പറയുന്ന കോളത്തിലേക്ക് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ മെൻറ്റീസ് എന്ന് പറയുന്നത് ആ മെൻറ്ററിന് ഏതൊക്കെ കുട്ടികളെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മുൻ വർഷങ്ങളിൽ മാപ്പ് ചെയ്തിരിക്കുന്ന കുട്ടികളെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ കുട്ടികൾ വേണ്ട, നമുക്ക് ഫ്രഷായിട്ടെല്ലാം ഒന്ന് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓരോ കുട്ടികളെയും റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി കുട്ടികളുണ്ട് എങ്കിൽ നമുക്കിവിടെ ഇൻറ്റു കീയിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ കുട്ടികളെയും നമുക്ക് ഇവിടെ നിന്നും ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എല്ലാ കുട്ടികളെയും ഈ ഒരു അധ്യാപകനിൽ നിന്നും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഏത് ക്ലാസ്സിലെ കുട്ടികളെയാണോ നമുക്ക് ചേർക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3-ാം ക്ലാസ്സിലെ കുട്ടികളെ എടുക്കുകയാണ്, 2025-26. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമ്പൂർണ്ണയിലുള്ള എല്ലാ കുട്ടികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇതിൽ ഏതൊക്കെ കുട്ടികളെയാണ് നമുക്ക് മെൻറ്റീസിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി നോക്കി നമുക്ക് ഈ ഒരു ആരോ കീയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പം ആവശ്യമുള്ള കുട്ടികളെല്ലാം ആഡ് ചെയ്യുന്നു. ഇനിയിപ്പം നമുക്ക് ആഡ് ചെയ്തതിനകത്ത് ഒരു കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടി ഇവിടെ പഠിക്കുന്നതായിരിക്കില്ല, ട്രാൻസ്ഫർ കൊടുക്കാനും പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് ഇവിടെ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മെൻറ്റീസിനകത്ത് നമ്മളങ്ങ്
ഒഴിവാക്കുകയാണ്. അപ്പോൾ ഞാൻ 3ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളെ ഞാൻ ആഡ് ചെയ്തു. അതുപോലെ ഏതൊക്കെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ അതെല്ലാം ഇതുപോലെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, എല്ലാം സേവ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അധ്യാപകരെയും ഇങ്ങനെ മാപ്പിംഗ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെല്ലാ കുട്ടികളെയും ഒരു അധ്യാപകനെ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ഒരു അധ്യാപകനെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മെൻറ്റർ എന്ന് പറയുന്ന ഈ കോളത്തിൽ നിന്നും നിലവിൽ കിടക്കുന്ന അധ്യാപകരെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്കിവിടെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എക്സ് ചിഹ്നത്തിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ടീച്ചേഴ്സ് ലിസ്റ്റിൻ്റെ അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആരെ ആഡ് ചെയ്യണോ അവരെ വീണ്ടും ആരോ കീ കൊടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെൻറ്റർ മെൻറ്റി എല്ലാം മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഓരോ അധ്യാപകനും ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സബ്ജക്റ്റിലേക്ക് എല്ലാ അധ്യാപകരെയും മാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അധ്യാപകനെ എടുക്കുകയാണ്. സബ്ജക്റ്റുകൾ മാപ്പ് ചെയ്യാൻ വേണ്ടി അധ്യാപകൻ്റെ നേരെയുള്ള ആ ഒരു സെറ്റിംഗ് ചിഹ്നമുണ്ട്, ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ പുതിയൊരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മാപ്പ് ചെയ്തിരിക്കുന്ന കുറേ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് എങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് വിടാവുന്നതാണ്. എഡിറ്റിനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഇപ്പം ഞാൻ 3ാം ക്ലാസ് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. 3ാം ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുന്നു. അതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നു. ഞാൻ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് ആ ക്ലാസ്സിൽ ടിക്ക് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ക്ലാസ്സുകളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ മാപ്പിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഫഹിദത്തിനകത്ത് ചെയ്യാനുള്ളതും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.